ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സംഭാവനകൾ അർപ്പിക്കാൻ ഞങ്ങളോട് ആജ്ഞാപിച്ചു. അബൂബക്കറിനെ മുൻകടക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ സംഭാവനകൾ അർപ്പിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞപ്പോ ആ ദിവസമെങ്കിലും അബൂബക്കറിനെ മുൻകടക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ പകുതി സമ്പത്തുമായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ അബ്ഖൈത ലി അഹ്ലിക യാ ഉമറു, ഉമറേ, നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി എന്താണ് അവശേഷിപ്പിച്ചു വെച്ചിട്ടുള്ളത്? ഉമറേ, നീ നിന്റെ വീട്ടുകാർക്ക് വേണ്ടി എന്താണ് ബാക്കിയാക്കി വെച്ചിട്ടുള്ളത്? ഖുൽതു മിസ്ലഹു, ഞാൻ പ്രവാചകരെ അങ്ങയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ധനമുണ്ടല്ലോ, അതിന് തത്തുല്യമായ ധനം, പകുതി ധനം എൻ്റെ വീട്ടിലും പകുതി ധനം അങ്ങേക്കും ഉള്ളതാണ്. അതല്ലെങ്കിൽ അങ്ങേക്ക് സംഭാവനയായി അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ സംഭാവനയായിട്ടുള്ളതാണ്. പകുതി ധനം ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലുള്ള മുഴുവൻ സമ്പത്തുമായിട്ടാണ് വന്നിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. മാ അബ്ഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറേ, നീ എന്താണ് നിന്റെ കുടുംബത്തിന് വേണ്ടി അവശേഷിപ്പിച്ചു വെച്ചിട്ടുള്ളത്? അല്ലാഹു വറസൂലുഹു, അല്ലാഹു വറസൂലുഹു, ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി അവശേഷിപ്പിച്ചു വെച്ചിട്ടുള്ളത് അല്ലാഹുവിനെയും റസൂലിനെയുമാണ്. അല്ലാഹുവിനെയും റസൂലിനെയുമാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ബാക്കിയാക്കി വെച്ചിട്ടുള്ളത്. മറ്റൊന്നും എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ബാക്കിയാക്കി വെച്ചിട്ടില്ല. അവിടെയും ഉമർ റളിയല്ലാഹു അൻഹുവിന് പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മുൻകടക്കാൻ സാധിക്കുന്നില്ല. ഈ ഘട്ടത്തിലാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ അസ്ബിഖുഹു ഇലാ ശൈഇൻ അബദാ, ഒരു കാലത്തും ഇനി ഒരാൾക്കും അബൂബക്കറിനെ മുൻകടക്കാൻ സാധിക്കില്ല. അബൂബക്കർ മുന്നിൽ തന്നെയാണ്. ദാനധർമ്മത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുൻപന്തിയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാതത്തിൽ വന്നുകൊണ്ട് സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരനായി എഴുന്നേറ്റത് ആരാണുള്ളത്? നോമ്പുകാരനായി ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ എഴുന്നേറ്റത് ആരാണുള്ളത്? ഖാല അബൂബക്കർ അന, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ, എനിക്ക് നോമ്പാണ്. ഫമൻ തബിയ മിൻകുമുൽ യൗമ ജനാസ, ഇന്നേ ദിവസം തന്നെ ഒരു ജനാസയെ അനുഗമിച്ചവർ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? ഖാല അബൂബക്കറിൻ അന, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനുണ്ട്. ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്നേ ദിവസം തന്നെ ഒരു അഗതിക്ക് ഭക്ഷണം കൊടുത്തവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? ഖാല അബൂബക്കറിൻ അന, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനുണ്ട്. ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗിയെ സന്ദർശിച്ചവൻ ആരാണുള്ളത്? ഖാല അബൂബക്കറിൻ അന, ഞാനുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, രാവിലെ വന്ന് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുകാരനായി ആരാണുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനുണ്ട്. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ജനാസയെ അനുഗമിച്ചവൻ ആരാണുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനാണുള്ളത്, ഞാനുണ്ട്. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ അഗതിക്ക് ഭക്ഷണം കൊടുത്തവൻ ആരാണുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അഗതിക്കും ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ രോഗിയെ സന്ദർശിച്ചവൻ ആരാണുള്ളത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മജ്തമഅന ഫിംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഇക്കാര്യങ്ങളെല്ലാം ഒരു ദിവസം ഒരു വിശ്വാസിയിൽ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ അയാൾ എങ്ങനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കും? അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് ഉറപ്പാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ.